ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി പ്രസ്ഥാനത്തിൽ പുറത്താണെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഇതാണ് നമ്മൾ യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയുമല്ലോ. പ്രസ്ഥാനത്തിലില്ലെങ്കിൽ തന്നെ ആ പ്രസ്ഥാനത്തിന് പുറത്തിരുന്നുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കാതെ ആ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന ഓരോ അമ്പുകളും തടഞ്ഞു നിർത്തി നല്ല രീതിയിൽ ഉരുളയ്ക്കുപ്പേരി രീതിയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പുറത്തിരുന്നുകൊണ്ട് മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ പോസ്റ്റ് കൂടെ വയ്ക്കാം. അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം രാഹുൽ ഇന്നിട്ട വീഡിയോ, അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ ഒരു പ്രസ്ഥാനത്തിന് പുറത്തിരുന്നിട്ട് പോലും പുള്ളി ഇങ്ങനെ ആണെങ്കിൽ, ഈ പ്രസ്ഥാനത്തിന് പുറത്തായിട്ട് പോലും പലരും രാഹുലിൻ്റെ ഓരോ വീഡിയോകളും ഓരോ പോസ്റ്റുകളും കാണുമ്പോഴത്തേക്ക് കണ്ടം വഴി ഓടുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസ്ഥാനത്തിനകത്തായിരുന്നെങ്കിൽ തിരിച്ചു വന്ന് ഈ പ്രസ്ഥാനത്തിൽ കയറിയായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ത് ചെയ്തതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറുപടി പറയൂ മൃതശരീരത്തെ പോക്കറ്റടിക്കുന്ന സംവാദം മുങ്ങി പാർട്ടിക്കാരെ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. എന്നിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. അതിന് മുമ്പ് സ്വാലിഹ് എം പി എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ നിന്ന് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തെ പോലെ LDF ഇത്രയും ഭയക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് മുമ്പുണ്ടായിട്ടില്ല. LDF മാത്രമല്ല, BJP ആണെങ്കിലും മറ്റ് പ്രസ്ഥാനമാണെങ്കിലും എല്ലാ ആളുകളും ഭയക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഒരു രാഷ്ട്രീയക്കാരൻ മുമ്പുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ LDF ഇത്രയും ഭയക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് മുമ്പുണ്ടായിട്ടില്ല. സുധാകരൻ പിണറായി വിജയനെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിലും പിണറായി ഉൾപ്പെടെ സഖാക്കൾ മൊത്തവും പേടിക്കുന്ന ഒരേ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് രാഹുലായിരിക്കും. സംശയമില്ല, രാഹുൽ മാങ്കൂട്ടം തന്നെ. ഷാഫിയുടെ, അതുകൊണ്ടാണല്ലോ പുള്ളിയെ ഇപ്പം ഈ കള്ളക്കേസിൽ പെടുത്തി പുള്ളിയെ ഇപ്പം പാർട്ടിക്ക് പുറത്തു വരെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. രാഹുലിനെയൊക്കെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അത് പലർക്കും ഉള്ളൊരു തിരിച്ചടിയാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കള്ളക്കേസിൽ കുടുക്കി പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഷാഫിയുടെ കൂടെ രാഹുൽ മാങ്കൂട്ടവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഫീൽഡ് ഔട്ട് ആയേനെ. സംശയം എന്താണ്? ഷാഫിയുടെ കൂടെ രാഹുലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഫയർ ആയനെ, കത്തിക്കേറിയനെ. ഓക്കെ, എന്തായാലും ഞാൻ ഈ രാഹുൽ ഇന്ന് പങ്കുവെച്ച ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്നോട് പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ആ രാഹുലിൻ്റെ ആ ഒരു വീഡിയോ, രാഹുൽ ഇന്ന് പങ്കുവെച്ച ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതെ, വീണ്ടും വയനാട് തന്നെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നാണ് KPCC പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കിനെ പറ്റിയും ഒക്കെ വിശദമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് കണക്കുകൾ പറയാം. ഒന്ന്, യൂത്ത് കോൺഗ്രസ് ആകെ പണം പിരിച്ചത്, അത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടില്ല, ഒരുപാട് ചലഞ്ചുകൾ വഴി പിരിച്ചത് 1,05,00,000 രൂപ. KPCC ആപ്പ് വഴി പിരിച്ചത് ഏതാണ്ട് 4,33,00,000 രൂപ. മൊത്തത്തിൽ 5,38,21,632 രൂപയാണ് KPCCയും യൂത്ത് കോൺഗ്രസും കൂടെ ചേർന്ന് പിരിച്ചത്. ഇനി ഈ ആപ്പുകളുടെ നിർമ്മാണവും ചെലവും അത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് 9,30,000 രൂപ ചിലവായിട്ടുണ്ട്. ഒന്നാം ഘട്ട ഭൂമി ഏറ്റെടുക്കലും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് 3,68,36,385 രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഇനി 1,60,55,247 ഉണ്ട്. രണ്ടാം ഘട്ട ഭൂമിയുടെ വില 2,50,30,212 രൂപയാണ്. അപ്പോൾ ആകെ ചെലവ് 6,27,96,597 രൂപയാണ്. രജിസ്ട്രേഷൻ അടക്കമുള്ള ചിലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ചിലവായതെന്നും ഇത്രയുമാണ് പിരിച്ചതെന്നും പറഞ്ഞ് കണക്കാകെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സംവാദമുങ്ങിയായ ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ ഒരു പുതിയ സ്ക്രീൻഷോട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചത് 54,49,78,56 രൂപയാണത്രേ. ഈ ഒരു സ്ക്രീൻഷോട്ട് കേരളത്തിൽ വ്യാപകമായി CPMൻ്റെ സൈബർ സ്പേസ് പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് വൃത്തികേടും എത്ര ഹീനമായ മാർഗവും ഒക്കെ പ്രചരിപ്പിക്കാനായിട്ട് വലിയ മിഷണറിയുള്ള ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും KPCC പ്രസിഡന്റ് അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി തിരിച്ച് ഒരു വെല്ലുവിളി സംവാദം മുങ്ങിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറയുന്നു. കേരള പോലീസ് ഇപ്പോഴും അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാർ പറയുന്നത് പോലെ 54,49,78,56 രൂപയാണ് ആപ്പ് മുഖേന കോൺഗ്രസ് പിരിച്ചതെങ്കിൽ കേരള പോലീസ് വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട എത്ര രൂപ പിരിച്ചു എന്ന് കണ്ടെത്താൻ. കാരണം ആപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് എത്ര വന്നു എളുപ്പം കണ്ടുപിടിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. ഈ പണം എത്ര രൂപ പിരിച്ചു എന്ന് വെച്ചിട്ട് സംവാദം മുങ്ങിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിട്ടേക്കും. അദ്ദേഹമായിട്ട് നിങ്ങൾ സംവാദം വേണ്ട. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടെങ്കിലും സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? ഒന്ന്. രണ്ട്,
ഞങ്ങളുടെ സുതാര്യമായ കണക്കുകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം 20 കോടി രൂപ ഡിവൈഎഫ്ഐ പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 കോടിയെ കോൺഗ്രസ് പിരിച്ചുള്ളതെന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ CPM പിരിച്ചത് ആകെ 90 ലക്ഷമാണ്. അപ്പോൾ ചോദിക്കും ഡിവൈഎഫ്ഐ 20 കോടി പിരിച്ചില്ലേന്ന്. അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് പിരിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലീഗാണ് ആദ്യം ഫണ്ട് കളക്ഷൻ ആരംഭിച്ചത്. ഏതാണ്ട് 36 കോടി രൂപയാണ് ലീഗ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 കോടിക്ക് മുകളിലാണ് UDF എന്ന നിലയിൽ ഞങ്ങൾ പിരിച്ചിരിക്കുന്നത്. മാത്രമല്ല 200 വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ചുള്ള ചോദ്യം, 20 കോടി എന്ന ഡിവൈഎഫ്ഐയുടെ കണക്കിനെ പറ്റിയിട്ടുള്ള സുതാര്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തുവിടാമോ? നിങ്ങൾ പറയുന്നു ഒരാളിൽ നിന്നും പണം പറ്റിയിട്ടില്ല എന്ന്. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഒരാളിൽ നിന്ന് പോലും പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന്. നിങ്ങൾ പറയുന്നത് കേരളം മുഴുവൻ ആക്രി വിറ്റും പേപ്പർ വിറ്റിട്ടുമൊക്കെയാണ് നിങ്ങൾ ഈ പണം കണ്ടെത്തിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ആ കണക്ക് പുറത്തേക്ക് വിടും. ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്രക്കച്ചവടക്കാരാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചിട്ടുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത്, അതിന്റെ റെസിപ്റ്റ്, ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ, സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സർക്കാർ എത്ര വെട്ടിച്ചു, ഡിവൈഎഫ്ഐ എത്ര വെട്ടിച്ചു. അതെ, ഓക്കെ, കണ്ടല്ലോ. എന്നാലും ഇത് കണ്ടിട്ട് കുരുപൊട്ടുന്ന ആളുകൾക്കൊക്കെ കുരുപൊട്ടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം കണ്ടം വഴി പലരും ഇപ്പം തന്നെ ഓടിക്കാണും. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് നട്ടലോട് കൂടി പറയണം. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിച്ചോ? ഇല്ല. പ്രസ്ഥാനത്തിന് പുറത്തായിട്ട് പോലും ആ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി വേറെ ഒരാളെയും നമുക്ക് വേറെ ഒരാളെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല, രാഹുൽ അല്ലാതെ, അല്ലേ? അപ്പം എന്തായാലും രാഹുലിനൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ അതൊരു ഗംഭീര തിരിച്ചുവരവ് തന്നെ ആയിരിക്കും. പല കാര്യങ്ങളും ഇനി പുള്ളി തിരിച്ചു വന്നതിന് ശേഷം പുള്ളി പല കാര്യങ്ങളും വെളിയിൽ പൊട്ടിക്കും. അത് വേറെ കാര്യം. ഒരു ബോംബുമായിട്ടായിരിക്കും രാഹുൽ തിരിച്ചു വരുന്നത്. ഇനി ഇന്ന് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി പത്മയുടെ ഒരു വാർത്തയുടെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കണ്ട്. ഇപ്പം ബിഗ് ടി വിയിലാണല്ലോ ലക്ഷ്മി പത്മ പോയേക്കുന്നത്. അപ്പം നമുക്കറിയാം ന്യൂസ് മലയാളത്തിൽ നിന്നാണ് ബിഗ് ടി വിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂസ് മലയാളം പിന്നെയും അത്യാവശ്യമെങ്കിലും കുറച്ച് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാനലാണ്. ഇനി ഏകദേശം ഒരു 18-20 സ്ഥാനത്ത് കണ്ടാന്ന് തോന്നുന്നു റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, അല്ലേ? ചാനൽ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം നേരെ കയറി ചെന്നത് ബിഗ് ടി വിയിലേക്ക്. ഇപ്പം അവിടെ എല്ലാം അരിയും മൂഞ്ചിയും മണ്ണെണ്ണയും മൂഞ്ചി എന്ന് പറയുന്ന പോലെ അവിടെ ചെന്നിട്ട് ഒരു ജോലിയില്ല, കൂലിയില്ലാതെ ഈച്ചടിച്ചാണ് ഇരിക്കുന്നത്. കൂടെ നമ്മളെ സുജയ പാർവതി ഉണ്ട്. റിപ്പോർട്ടർ ചാനലിലൊക്കെ നിന്ന സമയത്ത് സുജയെ ഒന്ന് കാണെങ്കിൽ നമ്മൾ കണ്ടെങ്കിലും ഇരിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? വല്ലപ്പോഴെങ്കിലും റിപ്പോർട്ടറിനകത്ത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം ബിഗ് ടി വിയിലേക്ക് പോയത് പിന്നെ സുജയ പാർവതി ഞാൻ കണ്ടിട്ട് ഒരു റീൽസിനകത്ത് പോലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. മറ്റേത് എന്തെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ റിപ്പോർട്ടറിലെ ഓരോ റീൽസ്, ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ടി വിയിലേക്ക് ആരൊക്കെ മാറിപ്പോയിട്ടുണ്ടോ അവരെയൊന്നും ഇപ്പം പൊടി പോലും കാണാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയില്ല, കൂലിയില്ല, റേറ്റിംഗ് ഇല്ല, ഒന്നുമില്ലാതെയാണ് ആ ചാനൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ബെസ്റ്റ് ടീംസുകളല്ലേ പിടിച്ചുകൊണ്ട് പോയത്. കാരണം ഇവരങ്ങോട്ട് പോയതോടുകൂടി ഇവരെ കണ്ടകശനി ചീട്ട് കീറി തുടങ്ങിയെന്നുണ്ടെങ്കിൽ പറയാം, അല്ലേ? ഇവരൊക്കെ മറ്റുള്ള ചാനലിൽ ഇരുന്നപ്പോഴും കാണിച്ചു വെച്ച കോപ്രായങ്ങളും കാണിച്ചു വെച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തന്നെ നമ്മൾ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷ്മി പത്മ അതിനകത്ത് സരിനുമായിട്ട് നിന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ കണ്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സരിന് സീറ്റ് കൊടുക്കാത്ത, പാലക്കാട്ടിൽ സീറ്റ് കൊടുക്കാത്തതിൽ, റസാക്കിനെ കയറ്റിയതിൽ, റസാക്കിന് സീറ്റ് കൊടുത്തതിൽ ഭയങ്കര നിരാശയോടുകൂടിയാണ് ലക്ഷ്മി പത്മ സംസാരിക്കുന്നത്. അപ്പം സരിൻ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടിൽ നിന്ന് മാറ്റിയിട്ട് സരിന് സുഖമായിട്ട് അവിടെ കയറി നിന്ന് ജയിക്കാം എന്നൊരു വ്യാമോഹമായി പോയി ഈ ലക്ഷ്മി പത്മയ്ക്കും അതുപോലെ സരിനൊക്കെ. ഇപ്പം സരിനെ അങ്ങോട്ട് കയറ്റി നിർത്തി പാലക്കാട്ടിൽ ജനങ്ങൾ ഇപ്പം അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടു എന്നുള്ളൊരു തോന്നലായിപ്പോയി. അല്ല, പൊട്ടണ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചെല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ കണ്ടത്. അപ്പം ലക്ഷ്മി പത്മയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, അതിജീവതയെ പോയി കണ്ടു, അവളെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്തയൊക്കെ ന്യൂസ് മലയാളത്തിലുണ്ടായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ പോലും അറിയത്തില്ല. അതിജീവിതം എന്ന് പറയുന്ന ആളുകളൊക്കെ ഇന്ന് വരെ ഒരു പോലീസ് പോലും SIT പോലും ഈ കേസ് അന്വേഷിക്കുന്ന ആരുപോലും ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത മെയിലിൻ്റെ അടിസ്ഥാനത്തിലും ഇതുപോലെ മെസ്സേജിൻ്റെ ഫോൺ കോളിൻ്റെ മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള അതിജീവിതയെ
നേരിട്ട് പോയി കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ലക്ഷ്മി പത്മ. അപ്പം എന്തായാലും അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാണെന്ന് എന്തായാലും പോലീസിന് പോലും കാണാൻ സാധിക്കാത്ത അതിജീവിതത്തെ നേരിട്ട് പോയി കണ്ട. അങ്ങനെ സരിന് സീറ്റ് കൊടുക്കാത്തതിൽ ഭയങ്കര വിഷമമുള്ള ലക്ഷ്മി പത്മയുടെ ആ ഒരു വാർത്ത ഞാനിപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ അതൊന്ന് വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തായാലും ഇല്ല, കർമ്മം എന്നൊരു പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസ് തീർന്ന് രാഹുലിന് അനുകൂലമായിട്ടുള്ള വിധി വന്നതിന് ശേഷം ഇവരുടെയൊക്കെ ഇതിനകത്ത് രാഹുലിനെ ക്രൂശിക്കാനെ കൊണ്ടും ഒരു അജണ്ടയുടെ പുറത്ത് ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം എടുത്തേക്കുന്ന ഒരു അജണ്ടയുടെയൊക്കെ പുറത്ത് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയതിനുള്ള മറുപടിയാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇപ്പം ഓരോ ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി, അതിപ്പം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതുപോലെയാണ് ഇപ്പോൾ സുജയ പാർവതിയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ടറിൽ ഇരുന്ന സമയത്ത് സുജയുടെയൊക്കെ മേക്കപ്പ് നമുക്ക് ഒരു മനുഷ്യനും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മേക്കപ്പായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു സുജയ പാർവതിയുടെ കളിയാക്കുമല്ല, പക്ഷേ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ, ബോഡി ഷേമിങ് ചെയ്യുമല്ല. പക്ഷേ നിങ്ങൾ നോക്കണം, ബിഗ് ടി വിയിലേക്ക് ചെന്ന് പിറ്റേന്ന് തന്നെ സുജയുടെ മേക്കപ്പിൻ്റെ തനി നിറം തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതുമാത്രമല്ല, പുള്ളിക്കാരിക്ക് അവിടെ ജോലിയും കൂലിയും ഇല്ലാത്തൊരവസ്ഥ തന്നെ അവിടെ നേരിടേണ്ടി വരുന്നു. ബിഗ് ടി വി സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കര ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിഗ് ടി വി സ്റ്റാർട്ട് ചെയ്ത് ലോഞ്ചിനൊക്കെ ശേഷം ബിഗ് ടി വി എനിക്ക് തോന്നുന്നു താഴോട്ട് പോയി. ബിഗ് ടി വിയിൽ ഭയങ്കര പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എച്ച് ആർ രാജിവെച്ച് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷ്മി പത്മയുടെ ആ ഒരു വീഡിയോയും കൂടെ, ആ വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു ഡീൽ സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഡോക്ടർ പി സരിന്റെ പേരാണ് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ തവണ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യം, അങ്ങനെ അവിടെ CPM മത്സരിപ്പിക്കുന്ന സാഹചര്യം, സ്വതന്ത്രനായി വരുന്നു. അവസാനം CPM ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണയും അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ NMR റസാഖിന്റെ പേര് പൊട്ടി വീണത് എന്നിടത്താണ് ആ ഡീൽ സംശയിക്കപ്പെടുന്നത്. ആ ഡീൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നുള്ള സാധനം സരിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. സരിന് വോട്ട് ഉയർത്തുവാനുള്ള സാധ്യത, ഞാൻ ജയമല്ല പറയുന്നത്, വോട്ട് ഉയർത്തുവാനുള്ള സാധ്യത അവിടെ കൽപ്പിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രചാരണങ്ങളിൽ സൈബർ ഇടങ്ങളിൽ അതിന്റെ കൊടി പിടിച്ചു നടന്ന ആളാണ് ഡോക്ടർ പി സരിൻ. അപ്പോൾ രാഹുൽ വിരുദ്ധ വോട്ടുകൾ പി സരിനിലേക്ക് വരുവാനുള്ള സാധ്യതയും അവിടെ കൂടുതലായിരുന്നു. പക്ഷേ സരിൻ അവിടെ പരിഗണിക്കപ്പെട്ടില്ല. പകരം ഈ NMR റസാഖ് വരികയാണ്. അതുകൊണ്ടാണ് NMR റസാഖിന് എന്ത് യോഗ്യതയാണ് എന്ന് ചോദിക്കുന്നത്. കണ്ടല്ലോ. എന്നാലും പത്മചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് സരിന് സീറ്റ് കൊടുക്കാത്തതിൽ. സരിനിപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ ദേശാടന കിളിയുടെ ഒരു അവസ്ഥ പോലെയായി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.